Good morning, sir. Yes, good morning. Good morning, sir. Okay, good morning. How are you? I'm fine. Well, very good, very good. Good morning, sir. Okay, good morning. Good morning, sir. Okay, Soumya, good morning. Okay, let us start. Let us start. Okay, Samila, let us start. Yes, Arya Venugopal. Okay, last class, so we were discussing the different tenses. So far, we discussed 5 types of tenses: simple present, simple past, simple future, present continuous, and past continuous. 5 tenses we discussed. Now, today we are going to discuss one more tense that is called future continuous. Last class we discussed about village life and city life, and you expressed your views regarding the village life and city life. Okay. ഇന്നപ്പോൾ വേറെ വിഷയത്തിലൊക്കെ നമുക്ക് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം കൊണ്ട് പോവാം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പുതിയൊരു ടെൻസിനെ കുറിച്ചാണ്. ആ ടെൻസിന്റെ പേരാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഭാവിയിൽ കണ്ടിന്യൂസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ്. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞപ്പോ നേരത്തെ നടന്നുകൊണ്ടിരുന്നത്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഭാവിയിൽ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ആയിരിക്കും എന്നുള്ള അർത്ഥമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ആയിരിക്കും, ഞാൻ പഠിക്കുകയായിരിക്കും, അവൾ ചിന്തിക്കുകയായിരിക്കും. ആയിരിക്കും എന്ന അർത്ഥമാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ വരുന്നത്. യെസ്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ സബ്ജക്റ്റ് പറയും, അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ വില്ല് പറയും അല്ലെങ്കിൽ ഷാല് പറയും, വില്ലോ ഷാൽ. അത് കഴിഞ്ഞതിന് ശേഷം ബി ബി. അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, ആ വെർബിന്റെ കൂടെ ing, സബ്ജക്റ്റ് പ്ലസ് വില്ല് അല്ലെങ്കിൽ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ing. ഇതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. സബ്ജക്റ്റ് വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ing, ഫ്യൂച്ചർ കണ്ടിന്യൂസ്. നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഷീ വിൽ ബി വർക്കിംഗ് ടുമാറോ, നാളെ അവള് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം. യെസ്. ഇനി അടുത്തത് they will be using it, അവരിത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. they will be using it. she will be thinking about it, അവൾ ഇതിനെ കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ വില്ലോ ഷാല്, പിന്നെ ബി, അതിന്റെ കൂടെ വെർബ്, അതിന്റെ കൂടെ ing. ഇതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. ഫ്യൂച്ചർ കണ്ടിന്യൂസ്, സബ്ജക്റ്റ് പ്ലസ് വില്ലോ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ing. ഓക്കെ, നിങ്ങൾക്ക് പറയാവുന്ന രണ്ട് വാചകങ്ങളൊന്ന് പറഞ്ഞാൽ ഓരോരുത്തര്. സബ്ജക്റ്റ് വേണം, വില്ല് അല്ലെങ്കിൽ ഷാല് വേണം, ബി വേണം, വെർബ് വേണം, അതിന്റെ കൂടെ ing വേണം. യെസ്. ഒരു വാചകം സബ്ജക്റ്റ്. പറഞ്ഞു സവിത. I will be going to temple tomorrow at the same time. Oh, very good, very good. I will be going to temple tomorrow at the same time. നാളെ ഇതേ സമയം ഞാൻ അമ്പലത്തിലേക്ക് പോവുകയായിരിക്കും. അപ്പൊ നോക്കി, ഭാവിയിൽ നാളെ ചെയ്തുകൊണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് പറയും. ചെയ്യുന്ന കാര്യമല്ല, ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആയിരിക്കും എന്ന അർത്ഥമാണ് ഇതിന് വരുന്നത്.
tomorrow I will be going to temple at the same time. ഈ സമയത്ത് നാളെ ഞാൻ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ സംഗീത, ഇനി വേറെ ആർക്കെങ്കിലും? ലക്ഷ്മി? യെസ്. ഒരു സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ നിങ്ങൾ നാളെ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു പരിപാടി പറഞ്ഞാൽ മതി. അത് വിൽ ബി വെച്ച് പറഞ്ഞാൽ മതി. Sir, I will be preparing biryani for my family tomorrow. Yes. Tomorrow, ഈ സമയത്ത് അല്ലേ? I will be preparing biryani for my family. Okay, very good, Rashmi. I will be preparing biryani. Okay, okay, very good, very good. Yes. നാളെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം will അല്ലെങ്കിൽ shall be verb plus ing പറഞ്ഞു. I will be writing examination tomorrow. സൂര്യ സുരേന്ദ്രൻ പറയുന്നു tomorrow I will be going to hospital. Okay, Jasna? Correct. Tomorrow I will be going to hospital. Yes. I shall be writing a letter tomorrow. Grishma. Correct. I shall be writing a letter tomorrow. Yes, correct. Yes. ഇനി ആർക്കെങ്കിലും will or shall plus be plus verb plus ing നിങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഒന്നോ രണ്ടോ കാര്യങ്ങൾ? യെസ്, സൗമ്യ. യെസ്, ആക്ച്വലി I will be going to home tomorrow. Okay, Nisam, I will be Chitra, or ing ചേർത്ത് a ticket to go. Okay, ഒരു ing ഇറക്കാം. Okay, തേക്കുന്നുള്ളതിന്റെ കൂടെ I will be reading അഭിരാമി. സ്വപ്ന, I will be writing note tomorrow. Okay, സ്വപ്ന correct. I will be going to market tomorrow. Okay, Aditya correct. Sir, she will be marrying him. She will be marrying him tomorrow. Okay, നാളെ അവൾ അവനെ വിവാഹം കഴിക്കുകയായിരിക്കും. Okay, very good, very good. Yes. മതി. സബ്ജക്റ്റ് പ്ലസ് will or shall plus be plus verb plus ing. സബ്ജക്റ്റ് എഴുതുന്നു, will അല്ലെങ്കിൽ shall എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം be ചേർക്കുന്നു, വെർബിന്റെ കൂടെ ing ചേർക്കുന്നു. അത്രേ ഉള്ളൂ. ഓക്കെ. നിങ്ങൾക്ക് അത് പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. സബ്ജക്റ്റ് കഴിഞ്ഞു, will അല്ലെങ്കിൽ shall കഴിഞ്ഞു, പിന്നെ ബി കഴിഞ്ഞു, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് അതിന്റെ കൂടെ ing. സബ്ജക്റ്റ് പ്ലസ് will or shall plus be plus verb plus ing. Okay. സ്വപ്ന പറയുന്നു he will be going to job tomorrow. Okay, സ്വപ്ന. Okay. I will be planting a fruit plant. Just പറയുന്നു I will be cleaning my shop at this time tomorrow. Okay, Ramla. Yes, very good. Okay, ശരിയാണ്. ഇനി നമുക്ക് ഇതേ വാചകത്തിന്റെ തന്നെ നെഗറ്റീവ് വാചകം ചേർക്കാം. അപ്പൊ നേരത്തെ നമ്മൾ ഈസ് വെച്ച് എഴുതിയപ്പോഴും ഷീ വിൽ ബി ട്രാവലിംഗ് ടു പാരീസ് ഡ്യൂറിംഗ് സമ്മർ. ഓക്കെ നിഷിത, നേരത്തെ നമ്മൾ നെഗറ്റീവ് വാചകം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഓക്സിലറി വെർബ് ഈസ് കഴിഞ്ഞിട്ടൊരു നോട്ട് ചേർത്തു, വാസോ വേറോ കഴിഞ്ഞിട്ടൊരു നോട്ട് ചേർത്തു. അപ്പൊ അത് നെഗറ്റീവ് വാചകമായി മാറി. അതുപോലെ തന്നെ ഈ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിന്റെ നെഗറ്റീവ് വാചകം എഴുതാൻ വേണ്ടിയിട്ട് ഒരു നോട്ട് ചേർത്താൽ മതി. സനില, ഒരു ബി കൂടി ചേർത്ത് ഷാൽ ബി ഗോയിങ്. ഓക്കെ, വില്ലോ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ഐറ്റിയാണ്. ഓക്കെ. അപ്പോ ഇനി ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിന്റെ നെഗറ്റീവ് നമ്മൾ എഴുതുമ്പോൾ ഒരു നോട്ട് ചേർത്താൽ മതി. ആ നോട്ട് ചേർക്കുമ്പോൾ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കണം, ആ വില്ലിന്റെയും ബിയുടെയും നടുവിൽ നോട്ട് ചേർക്കും. വിൽ നോട്ട് ബി എന്ന്, വിൽ ബി നോട്ട് എന്ന് എഴുതരുത്, വില്ലിന്റെയും ബിയുടെയും നടുവിലാക്കാം. അപ്പൊ എന്ത് വരും? ഞാൻ പോവുകയായിരിക്കില്ല. ഐ വിൽ നോട്ട് ബി ഗോയിങ്. യു വിൽ നോട്ട് ബി റീഡിങ്. നിങ്ങൾ വായിക്കുകയായിരിക്കില്ല. യു വിൽ നോട്ട് ബി തിങ്കിങ്. നിങ്ങൾ ചിന്തിക്കുകയായിരിക്കില്ല. യു വിൽ നോട്ട്. ഓക്കെ സനില, they shall be going to picnic tomorrow. Okay, അപ്പൊ ഇനി നമുക്ക് വേണ്ടത് അതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളാണ്.
നെഗറ്റീവായ വാചകം വരുമ്പോൾ ഒരു നോട്ട് ചേർക്കണം. നോട്ട് ചേർക്കുമ്പോൾ വില്ലിന്റെയും ഷാലിന്റെയും ബിയുടെയും അല്ലെങ്കിൽ വില്ലിന്റെയും ബിയുടെയും നടുവിൽ നോട്ട് ചെയ്യണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കാനാണ്. യെസ്. അപ്പൊ നാളെ നിങ്ങൾ ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം നെഗറ്റീവ് വെച്ച് പറഞ്ഞു. ഐ വിൽ നോട്ട് ബി റീഡിംഗ് ന്യൂസ് പേപ്പർ ടുമോറോ. ഓക്കെ അഭിരാമി, കറക്റ്റ്. നാളെ ഞാൻ പത്രം വായിക്കുകയായിരിക്കില്ല. യെസ്. വില്ലിന്റെയും ബിയുടെയും നടുവില് ഒരു നോട്ട് വെച്ചിട്ട് വിൽ നോട്ട് ബി എന്ന് വരുന്ന നാളെ നിങ്ങൾ ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം പറഞ്ഞു. ഐ വിൽ നോട്ട് ബി ഡൂയിങ് ഹോംവർക്ക്. You will not be driving car this evening. Okay. Kukumol, very good. He will not be going to market. Okay, Swapna. I will not be going to temple tomorrow. Grishma, correct. I will not be going to hospital tomorrow. Sanila, correct. Tomorrow I will not to I will not be going by train. Okay. Tomorrow I will not be watching a movie. Okay, Nishida. Yes. I will not be going to school tomorrow. Okay, Surya. Will or shall plus be എന്നുള്ള നടുവില് ഒരു നോട്ട് കൂടി വിൽ നോട്ട് ബി അല്ലെങ്കിൽ ഷാൽ നോട്ട് ബി എന്ന് എഴുതുക. യെസ്. നാളെ നിങ്ങൾ ചെയ്യാൻ സാധ്യതയില്ലാത്തൊരു കാര്യം. ഐ വിൽ നോട്ട് ബി ഗോയിങ് ടു ടെമ്പിൾ ടുമോറോ. സവിത, കറക്റ്റ്. ഐ വിൽ നോട്ട് ബി അറ്റൻഡിങ് ദ മീറ്റിംഗ് ടുമോറോ. ഓക്കെ ആര്യ, കറക്റ്റ്. Yes. Okay. I will not be preparing. Nisam, I will not be preparing for tomorrow. They will not be visiting the museum tomorrow. Okay, Aditya. I will not be going to town. Nishida, correct. Yes. Correct. Classes will not be conducted tomorrow. Okay, Savita. I will not be dancing tomorrow. Okay, Chitra. Yes, I will not be attending. I will not be attending the class. Yes. Okay, Viji. Okay, അപ്പോൾ പിടികിട്ടിക്കാണല്ലോ. അപ്പോൾ നമുക്ക് പോസിറ്റീവ് ടൈപ്പ് സെന്റൻസിനെ കുറിച്ച് പറഞ്ഞു, നെഗറ്റീവ് ടൈപ്പ് സെന്റൻസിനെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്ത ഒരു മോഡൽ കൂടി നമുക്കൊന്ന് നോക്കാം. ആ മോഡലാണ് ഈ ഫ്യൂച്ചർ കണ്ടിന്യൂസിന്റെ തന്നെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള വാചകങ്ങൾ അല്ലെങ്കിൽ ഇൻട്രോഗേറ്റീവ് ആയിട്ടുള്ള വാചകങ്ങൾ. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഞാൻ പോവുകയായിരിക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾ പോവുകയായിരിക്കും, യു വിൽ ബി ഗോയിങ് എന്ന് പറഞ്ഞു. യു വിൽ ബി ഗോയിങ്. പോവുകയായിരിക്കില്ല എന്നാണ് യു വിൽ നോട്ട് ബി ഗോയിങ്. പോവുകയായിരിക്കും എന്നാണെങ്കിൽ യു വിൽ ബി ഗോയിങ്. ആ യു വിൽ ബി ഗോയിങ് എന്നുള്ളതിന്റെ ആ വില്ല് മാത്രം ആദ്യം പറയും. അപ്പൊ എന്തായി? വിൽ യു ബി ഗോയിങ്. അപ്പൊ ചോദ്യമായിട്ട് മാറി ക്വസ്റ്റ്യൻ. നിങ്ങൾ പോവുകയായിരിക്കുമോ? വിൽ യു ബി കോളിംഗ് മീ? നിങ്ങൾ എന്നെ വിളിക്കുകയായിരിക്കുമോ? വിൽ യു ബി സീയിങ് ഫിലിം? നിങ്ങൾ സിനിമ കാണുകയായിരിക്കുമോ? വിൽ ഷീ ബി ഡാൻസിങ്? അവൾ നൃത്തം ചെയ്യുകയായിരിക്കുമോ? ആ വിൽ ബി മുഴുവൻ ആദ്യം പറയരുത്, വില്ല് മാത്രം ആദ്യം പറയുക. ബാക്കി സബ്ജക്ട് കഴിഞ്ഞതിന് ശേഷം ബി പറഞ്ഞാൽ മതി. വിൽ യു ബി ഡാൻസിങ്? നിങ്ങൾ നൃത്തം ചെയ്യുകയായിരിക്കും. വിൽ യു ബി ടീച്ചിങ്? നിങ്ങൾ പഠിപ്പിക്കുകയായിരിക്കുമോ? വിൽ യു ബി തിങ്കിങ്? നിങ്ങൾ ചിന്തിക്കുകയായിരിക്കുമോ? വിൽ ഹി ബി ഡ്രോയിങ്? അവൻ വരക്കുകയായിരിക്കുമോ? അപ്പൊ ചോദ്യമായിട്ട് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ചോദ്യം വില്ല് വെച്ചൊന്ന് ചോദിച്ച്, നാളെ നിങ്ങൾ ഇത് ചെയ്യുകയായിരിക്കുമോ? വിൽ യു ബി പ്രിപ്പയറിംഗ് ഫുഡ് ടുമോറോ? ഏതാ? വിൽ യു ബി മേക്കിംഗ് ബിരിയാണി ടുമോറോ? യെസ്. ചോദ്യമായിട്ട് ചോദിക്കും, ചോദ്യമായിട്ട്.
യെസ്. വിൽ യു അല്ലെങ്കിൽ വില്ല് കഴിഞ്ഞതിന് ശേഷം സബ്ജക്റ്റ് വരാവുന്ന രീതിയിൽ ചോദ്യമായിട്ട് 1-2 ചോദ്യങ്ങൾ പറയും. ഓക്കെ. വിൽ ഐ ബി വെയിറ്റിംഗ് ഹിയർ ഫോർ യു? ഞാൻ ഇവിടെ കാത്തിരിക്കുകയായിരുന്നു. ഓക്കെ ആദിത്യ? യെസ്. വിൽ യു അല്ലെങ്കിൽ ഷാൽ വിൽ അല്ലെങ്കിൽ ഷാല് സബ്ജക്റ്റ് യു. വിൽ ഷീ ബി ഗോയിങ് ടു സ്കൂൾ ടുമോറോ? ഓക്കെ സനില. വിൽ യു ബി ചിത്ര അവരെ ing വിളിച്ചെടുക്കുക. വിൽ യു ബി കോണ്ടാക്ടിങ് മീ? CONTACT. Okay, okay, okay. Will you be attending online class tomorrow? Grishma, correct. Will you be Sanjo? Will you be coming class tomorrow? Will you be coming to temple with me? Okay, Savita. Okay, hold on. Will you be mine? Okay, another one. Nishida, will you be free tomorrow? അപ്പോൾ നമുക്ക് ing ചേർക്കാനുള്ള വാചകങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നതാണ്, കുഴപ്പമില്ല. Will you be taking my lunch? അപ്പോൾ will you be വെർബ് വന്നിട്ട് ing ചേർക്കാം. ഓക്കെ. Will you be coming my home? Okay, Shafna. Yes. Will you be having dinner with us tonight? Okay, Arya. Will you come with me? എന്നുള്ളത് ബിജി കറക്റ്റ് ആണ്. നമുക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. വിൽ യു ബി കമ്മിങ് തക്കാം. ആ എഴുതിയാക്കുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്, കറക്റ്റ് ആണ് കേട്ടോ. യെസ്, അത് കറക്റ്റ് ആണ്. വിൽ ഷീ ബി ബ്രിങ്ങിങ് ഗിഫ്റ്റ്? ഓക്കെ. വിൽ യു ബി പ്രിപ്പയറിംഗ് ബിരിയാണി? ഓക്കെ ശോഭന. വിൽ യു ബി കമ്മിങ് ഓഫീസ് ടുമോറോ? ഓക്കെ ജസ്ന. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇത് റെഡിയാണ്. ഇനി ആർക്കെങ്കിലും? ഓക്കെ. അപ്പൊ ഇതോടുകൂടി നമ്മളിപ്പോ 6 ടെൻസുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. സിമ്പിൾ പ്രസന്റ് മുതൽ സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ആൻഡ് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഞാൻ 6 ഒന്ന് ഓടിച്ചു പറയാണ്. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്രസന്റ് ടെൻസ്. നിഷിത, വിൽ യു ബി ഗോയിങ് ടു സ്ലീപ്? ഓക്കെ നിഷിത. Subject plus verb present tense simple present. Subject plus verb past tense simple past. Subject plus will അല്ലെങ്കിൽ shall verb in present tense simple future. Subject plus is അല്ലെങ്കിൽ am അല്ലെങ്കിൽ are verb plus ing present continuous. Subject plus was അല്ലെങ്കിൽ were verb plus ing past continuous. ഇനി ഇന്ന് പഠിച്ചത് subject plus will or shall plus be plus verb plus ing ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഓക്കെ. ഇങ്ങനെ 6 ടെൻസുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. എപ്പോഴെങ്കിലും നിങ്ങൾ അത് മറിച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ചോദിക്കാവുന്നതാണ്. അത് ഞാൻ പറയും. ഓക്കെ. ഇനി കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ആക്ടിവിറ്റി പറഞ്ഞു. ആക്ടിവിറ്റി നിങ്ങളത് ചെയ്തു. ഇനി ഞാൻ ഈ പറഞ്ഞത് ചോദ്യം നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പറയണം. ഓപ്പോസിറ്റ് ഓഫ് സക്സസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എഫിൽ തുടങ്ങുന്ന കുറച്ച് ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിച്ചു. ഓക്കെ, ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി. ഓക്കെ. അല്ല, അത് ചോദിച്ചതല്ലേ, നേരത്തെ ചോദിച്ചതല്ലേ? ഓക്കെ ഓക്കെ, ചോദിച്ചതാണെങ്കിൽ വേണ്ട. ഓക്കെ 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 ഓക്കെ. അപ്പൊ ചോദിച്ചതാണെങ്കിൽ ഞാൻ ആ ചോദ്യം ഒന്ന് മാറ്റുകയാണ്. എഫ് എന്നുള്ളതിന് പകരം ഞാനത് HO. അപ്പൊ അത് നമ്മള് ഓക്കെ 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 രശ്മി. ഓക്കെ രശ്മി വരുന്നു. യെസ്, അത് എഫിൽ തുടങ്ങുന്ന ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിച്ചാണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ അടുത്ത കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്.
ഇതിന്റെ ആൻസർ ആരംഭിക്കുമ്പോൾ ആദ്യത്തെ അക്ഷരം H ആണ്, രണ്ടാമത്തെ അക്ഷരം O ആണ്. അപ്പൊ HOയിൽ തുടങ്ങുന്ന ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. H ഉണ്ട്, O ഉണ്ട്. ഓക്കെ, അത് രശ്മി. ഓക്കെ, HO. ഓക്കെ. നിങ്ങൾ ഇതൊക്കെ ഒന്ന് കരുതി വെക്കുക. എന്നിട്ട് വല്ല റെസിഡൻസ് അസോസിയേഷന്റെ മീറ്റിങ്ങോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കുട്ടികളുടെ പരിപാടിയൊക്കെ വരുമ്പോഴോ അവിടെയൊക്കെ ഒന്ന് പയ്യെ ഒന്ന് രണ്ടുകൊണ്ട് ഇതിനകത്ത് ഇറക്കുക. അപ്പൊ നിങ്ങൾക്ക് അവിടെ എന്ത് കിട്ടും, ഒരു വെയിറ്റ് ഒക്കെ കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങളത് ചെയ്തു നോക്കാം. അപ്പൊ അല്ലെങ്കിൽ എന്തെങ്കിലും മീറ്റിംഗ് ഒക്കെ വരുമ്പോൾ ഓക്കെ എനിക്കൊരു 10 മിനിറ്റ് തരും, ഞാനൊരു 2-3 ചോദ്യം ചോദിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് ഇറക്കുക. പിന്നെ നിങ്ങൾ ചോദിക്കുമ്പോൾ ഒരു സമ്മാനം ആദ്യം, ഒരു സോപ്പ് പെട്ടിയെങ്കിലും സമ്മാനം ആദ്യം വാങ്ങിച്ചു വെക്കണം കേട്ടോ. എല്ലാവരോടും ചോദിക്കുക, എന്നാലാണ് ഉത്തരം പറയുന്നവർക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ കുട്ടികളോടൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചോദിച്ചേക്കാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് മാർക്ക് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ടുള്ള സംഗതി. ആരെ ഏൽപ്പിക്കണത് കൃത്യമായിട്ട് മാർക്ക് രേഖപ്പെടുത്താനായിട്ട്? ടൈപ്പ് ചെയ്ത് വന്നതിൽ ആദ്യം ആരാണ് വന്യ എന്നുള്ളത് ഞാൻ നോക്കിക്കോളാം. പറയുന്നതിൽ ആരാണ് ആദ്യം എന്നുള്ളത് നമ്മൾ ആരെ ഏൽപ്പിക്കും? രശ്മി, ആരെ ഏൽപ്പിക്കണത്? യെസ്, ഓക്കെ. ആരും പറയാത്തതുകൊണ്ട് ഞാൻ തന്നെ നോക്കാം. ഓക്കെ. രാഖി is not responding, Rashmi. Yes. Okay. Yes. അപ്പൊ നമുക്ക് ആരംഭിക്കാം കേട്ടോ. ചോദ്യം ആരംഭിക്കുകയാണ്. The first question is this: opposite of guest. Opposite of സനില ഉണ്ട്, രശ്മി ഉണ്ട്, ഗ്രീഷ്മി ഉണ്ട്. സനില, രശ്മി, പിന്നെ ഗ്രീഷ്മ അല്ലേ? ഞാൻ പറഞ്ഞ പേര് ഞാൻ തന്നെ പറഞ്ഞു വിട്ട. യെസ്, ഗ്രീഷ്മ. ഓക്കെ, അപ്പൊ ഓപ്പോസിറ്റ് ഓഫ് ഗസ്റ്റ്. അപ്പൊ രണ്ടുപേരും പറഞ്ഞിട്ടും ഒരാളെ എഴുതിയാലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ജസ്റ്റിലേക്ക് പറഞ്ഞിട്ടുണ്ട്, അത് അറിയാവുന്നതാണ്. യെസ്, ഓക്കെ. അടുത്തത്, ദ സ്റ്റഡി ഓഫ് കൾട്ടിവേറ്റിംഗ് ഗാർഡൻസ്. ഹോർട്ടിക്കൾച്ചർ. അതും ഒന്ന് സനീല പറഞ്ഞിട്ടുണ്ട്, പിന്നെ രശ്മി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഗ്രീഷ്മയാണ് എഴുത്തില് ആദ്യം വന്നത്. അപ്പൊ അതുകൊണ്ട് ഗ്രീഷ്മക്കും ഗ്രീഷ്മയുടെ താഴെ ജസ്ന വന്നിട്ടുണ്ട്, അതൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ. ഹോർട്ടിക്കൾച്ചർ. ഓക്കെ, ഇതെപ്പോഴും റേഡിയോയിലും ടിവിയിലും വല്ല പ്രോഗ്രാമില് കാണുന്ന വാക്കാണ്. അടുത്തത്, ഹൗ ഡസ് Santa means Santa Claus. How does Santa love? How does Santa love? ആദിത്യ പരിഗണിക്കാം. അതല്ല, ചെറിയ വ്യത്യാസമുണ്ട്. ആരും പറഞ്ഞില്ല. അപ്പൊ എഴുതിയാൽ ആദ്യത്തെ കൊടുത്തിട്ടാ, ആദ്യത്തെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. സാന്റ ചിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് ചോദ്യം. ഹൗ ഡസ് സാന്റ? ഓഹോഹോ. അതാണ് സാന്റയുടെ ചിരിയുടെ ഒരു മോഡൽ. നിങ്ങൾ എവിടെയെങ്കിലും ഒക്കെ അത് സെർച്ച് ചെയ്ത് കളയുന്നു. ഓഹോഹോ, HO. അപ്പൊ നമുക്കിവിടെ ആഹ എന്നാണ് പറഞ്ഞതെങ്കിലും ആദ്യത്തിനെ നമ്മൾ പരിഗണിച്ചു. ഓക്കെ. യെസ്, എ ലാർജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ലാർജ് four-legged animal used for riding. Horse. സൗമ്യ ഉണ്ട്, രശ്മി ഉണ്ട്. എഴുതിയാൽ ആരാണ്? നിഷിതയാണ് അല്ലേ? ഓക്കെ. സൗമ്യ, രശ്മി, നിഷിത. ഓക്കെ, നിഷിത. Okay. Very good. A four-legged animal used for riding. Okay. Next is called, next question,
A period of 60 minutes is called Hours. okay. ആര്യയുണ്ട് രശ്മിയുണ്ട് നിഷിതയുണ്ട്. ഓക്കെ. യെസ്, ഇത് നിങ്ങളെ കണ്ടുപിടിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വരുന്നതിന്റെ പേരിൽ ഒരു ശബ്ദം വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ. എ സ്വീറ്റി ഫുഡ്, SWEETY, a sweetie food. Honey. Okay. A sweet food made by bees. Honey. Okay. അപ്പൊ സാൻജോ ഉണ്ട്, രശ്മി ഉണ്ട്, ജസ്റ്റ് ഉണ്ട്. യെസ്, സാൻജോ സ്കോർ ബോർഡ് ഓപ്പൺ ചെയ്തു. രശ്മി, ജസ്ന. ഓക്കെ. made by bees. Okay. അടുത്തത് another word for being truthful. Honest. Okay. ആദിത്യ എഴുതിയിൽ വന്നിട്ടുണ്ട്, ആര്യ വന്നിട്ടുണ്ട്, രശ്മി വന്നിട്ടുണ്ട്. ആദിത്യ, ആര്യ, രശ്മി. ഓണസ്റ്റ്, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഹോപ്പ് അല്ല, ഹോപ്പ് നമുക്ക് പറയാമെങ്കിൽ അനദർ വേർഡ് ബീയിങ് ട്രൂത്ത്ഫുൾ, സത്യസന്ധനായ. അപ്പൊ വാക്ക് ഓണസ്റ്റ് ആണ്. വെരി ഗുഡ്. അടുത്തത് a tube, TUBE, a tube used to water something. Hose. സനില ആൻഡ് രശ്മി ആൻഡ് നിഷിത. സനില, രശ്മി, നിഷിത. ഓക്കെ. എഴുത്തിൽ നിഷിത കൂടുതലുണ്ട്. ഓക്കെ. എ ട്യൂബ് യൂസ്ഡ് ടു വാട്ടർ സംതിങ്, അതായത് ഹോസ് ആണ്. ഓക്കെ. അടുത്തത് എ ടൂൾ യൂസ്ഡ് ടു ക്യാച്ച് ഫിഷ്. Hook. റംല ആൻഡ് സഞ്ജു. പിന്നെ കുക്കു, റംല ആൻഡ് സഞ്ജു. ഓക്കെ. പിന്നെ കുക്കു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഹുക്ക്. വെരി ഗുഡ്. അടുത്തത് എത്ര പേര് പറയുന്നത് ഞാൻ നോക്കട്ടെ. ചോദ്യം കുറച്ച് ലെങ്ത് ആണ്. എ വെഹിക്കിൾ ദാറ്റ് ട്രാവൽസ് over the surface of land and water. I will repeat the question. A vehicle that travels over the surface of land and water, supported by current of CURRENT, current of air sent downwards. A vehicle that travels over the surface of land. Okay, Kuku, I appreciate you. Very good. Okay, hovercraft. Very good. Kuku, never the is Iwak. How did you get Kuku? Yes. Okay. അതായത് കരയിലൂടെയും ഒരേ സമയം സഞ്ചരിക്കുന്ന ഒരു ഫാൻ വെച്ച്, അത് നിങ്ങളൊക്കെ ഗൂഗിളൊക്കെ അടിച്ചു നോക്കിയാൽ കാണാം. ഒരു ബോട്ട് പോലെയുള്ള ഒരു വാഹനമുണ്ട്, 2 വെജിറ്റബിൾസ് സഞ്ചരിക്കും. അതിനെ പറയുന്ന പേരാണ് ഹോവർ ക്രാഫ്റ്റ്. വെരി ഗുഡ്. അടുത്തത് another word for burrow, BURR. Okay. Hole. Hole. Ishmi correct ആണ്. Yes. Kukum correct ആണ്. Okay. Yes, hole. Very good. അടുത്തത്
എ ടീം ഗെയിം ഇൻ വിച്ച് Hockey. അപ്പൊ ഞാൻ സനി ആ ചോദ്യം വരുന്നതിന് മുമ്പ് തന്നെ സനിലയും സൗമ്യയും കൂടെ ആൻസർ പറഞ്ഞു, ഗ്രീഷ്മയും പറഞ്ഞു അല്ലെ? യെസ്, ഗ്രീഷ്മ, സനില ആൻഡ് സൗമ്യ. സൗമ്യ ആദ്യം അല്ലേ? ആ, സൗമ്യ നേരത്തെ ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. യെസ്, ഓക്കെ. ചോദ്യം മുഴുവൻ ഇതായിരുന്നു. എ ടീം ഗെയിം ഇൻ വിച്ച് ദ പ്ലേയേഴ്സ് യൂസ് കർവ്ഡ്, CURVED, കർവ്ഡ് സ്റ്റിക്ക്. ഇതായിരുന്നു ചോദ്യം. അപ്പൊ അത്രയും എത്തിയില്ല, അതിന് മുമ്പ് വരെ നിങ്ങൾ ഉത്തരം പറഞ്ഞു. ഓക്കെ. അപ്പൊ ചോദ്യം ഇവിടെ കൊണ്ട് അവസാനിച്ചിരിക്കുകയാണ്. വെരി ഗുഡ്. നിങ്ങളുടെ പെർഫോമൻസ് സൂപ്പർ ആയിരുന്നു. നിങ്ങൾക്ക് പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, അപ്പോ വളരെ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഓക്കെ. വരും കുക്കു പുറകിലോ വരും. അടുത്ത് വരുമ്പോ അടുത്ത ചോദ്യമാവുമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, യെസ്. ഞാൻ പറയുന്നത്, അപ്പൊ റംലക്ക് ഇതിനകത്ത് ഇപ്പൊ 1 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, ജസ്നക്കും 1 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, സനിലക്കും 1 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ആദിത്യ അത് 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, സൗമ്യക്കും 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, ആര്യക്കും 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, സാൻജോനും 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഇനി നിഷിതയ്ക്ക് 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, സനിലയ്ക്ക് 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, ഗ്രീഷ്മയ്ക്ക് 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, കുക്കുവിന് 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, രശ്മിക്ക് 8 പോയിന്റും ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് എന്താ പറയാ, പറയാതിരുന്നവർക്ക് കൂടി മാർക്ക് കൊടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്കറിയാം പറയാനായിട്ട് ചിലപ്പോൾ ടൈപ്പ് ചെയ്യാനൊക്കെ വന്നിട്ട് ചെറിയ ഡിലേ വന്നതോ, ആദ്യം പറയാനായിട്ടുള്ള ചെറിയൊരു അതെനിക്കറിയില്ലല്ലോ. യെസ്. ഓക്കെ. യെസ്, അപ്പോ അതായിരിക്കും അതോടെ സംഭവിച്ചത്. അപ്പൊ ജയിച്ചവർക്കും ജയിക്കാതിരുന്നവർക്കും പണ്ട് ഇതും കൂടെ പറഞ്ഞാണെന്ന് എനിക്കറിയാൻ പാടില്ല. SSLCക്ക് ഫുൾ A+ കിട്ടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കാനായിട്ട് വന്നപ്പോ ഫുൾ A+ കിട്ടിയ ആളെയല്ല വിജയൻ മാഷ് അനുമോദിച്ചത്, മറിച്ച് ഫുൾ A+ കിട്ടാതിരുന്ന കുട്ടികളാണ്. കാരണം അത് പറഞ്ഞത് ജീവിതത്തിൽ വിജയിക്കാൻ പോണത് ഫുൾ A+ കിട്ടിയവരായിരിക്കില്ല, മറിച്ച് ജീവിതത്തിൽ വിജയിക്കാൻ പോണത് മാർക്ക് കുറഞ്ഞു കിട്ടിയ ആൾക്കാരായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലല്ലോ. നിങ്ങള് ഒരു പക്ഷേ കേട്ട് കാണും, ഒരു പണ്ട് നമ്മൾ പുരുഷ മണ്ടൻ എന്ന് പറയുന്ന ആളുകളെ ചിലപ്പോ ഭാവിയില് അങ്ങനെ ആവില്ല, അല്ലെങ്കിൽ അവരായിരിക്കും ഉയർച്ചയിലേക്ക് വരുന്നത്. നിങ്ങൾ കേട്ട ഒരു കഥയാണ്. ഒരിക്കലൊരു 5ലോ 4ലോ പഠിക്കുന്ന ഒരു പയ്യൻ, അവൻ സ്കൂൾ വിട്ട് വന്നു കഴിയുമ്പോ ടീച്ചർ അവന്റെ കയ്യിൽ ഒരു കത്ത് കൊടുത്തു വിട്ടു. ആ കത്ത് കൊടുത്തു വിട്ട് ടീച്ചർ അവനോട് പറഞ്ഞു, ഈ കത്ത് നീ കൊണ്ടുപോയി അമ്മയ്ക്ക് കൊടുക്കണം, അമ്മയ്ക്കല്ലാതെ വേറെ ആർക്കും കൊടുക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ പഠിക്കുന്ന പയ്യൻ ആ കത്തുമായിട്ട് വീട്ടിൽ വരികയും അമ്മയുടെ കയ്യിലേക്ക് ഈ കത്ത് കൊടുക്കുകയും ചെയ്തു. കത്ത് കൊടുത്തിട്ട് ഇതെന്താന്ന് ചോദിച്ചപ്പോ അമ്മയോട് പറഞ്ഞു, ഇത് ടീച്ചർ അമ്മയ്ക്ക് മാത്രമേ തരാവൂ എന്ന് പറഞ്ഞിട്ട് തന്നു വിട്ടതാണ് എന്ന്. അപ്പൊ അങ്ങനെ ആ കത്ത് വാങ്ങിയിട്ട് അമ്മ ഇത് വായിച്ചു കഴിഞ്ഞപ്പോ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഇറ്റിറ്റ് വീഴുകയാണ്. അപ്പോ അമ്മകൻ ചോദിക്കുകയാണ്, അമ്മ എന്താണ് ആ കത്തിൽ എഴുതിയിരിക്കുന്നത് എന്ന് ചോദിക്കുന്നത്. അപ്പോ മകനോട് അമ്മ പറഞ്ഞു, മോനെ നീ വളരെ ബുദ്ധിമാനായ കുട്ടിയാണ്, നിന്നെ പഠിപ്പിക്കാൻ വേണ്ടത് അത്രയും പ്രായോഗിക പരിജ്ഞാനം ഈ ക്ലാസ്സിൽ ഇവിടെയുള്ള അധ്യാപകർക്കില്ല. അതുകൊണ്ട് ഇനി മുതൽ അവനെ ക്ലാസ്സിലേക്ക് പറഞ്ഞയക്കേണ്ട എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്ന് പറയുന്നു. ഓക്കെ സൗമ്യ. അപ്പോ വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു, ആ അമ്മ മരിച്ചുപോയി. ആ പയ്യൻ വളർന്ന് വലുതായി. അത് കഴിഞ്ഞതിന് ശേഷം ഈ പയ്യൻ ഒരു ദിവസം വീട്ടിലെ സാധനങ്ങളൊക്കെ അടക്കി വെക്കുന്ന കൂട്ടത്തില് വളരെ കൃത്യമായിട്ടും ഭംഗിയായിട്ടും മടക്കി അമ്മ വെച്ചിരുന്ന ഈ കത്ത് ഈ പയ്യൻ കാണുകയാണ്. അപ്പോ ആ കത്ത് അവന്റെ കയ്യിലെടുത്തപ്പോ തന്നെ അവന് മനസ്സിലായി, ഇത് പണ്ട് ടീച്ചർ എനിക്ക് എഴുതി തന്നിട്ട് ഞാനിത് അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്ത കത്താണ് എന്നുള്ള കാര്യം ആ പയ്യന് മനസ്സിലായി. പയ്യൻ ആ കത്ത് വായിച്ചു. അപ്പൊ ആ കത്തിൽ എഴുതിയിരിക്കുന്ന വാചകം എങ്ങനെയാണ്, യുവർ സൺ
is mentally unfit. We are not ready to teach him. നിങ്ങളുടെ മകൻ മാനസികമായിട്ട് കഴിവുള്ള ഒരാളല്ല, അതുകൊണ്ട് മാനസികമായിട്ടുള്ള മെന്റലി അൺഫിറ്റ് ആണ്, അതുകൊണ്ട് നിങ്ങളുടെ മകനെ പഠിപ്പിക്കാൻ ഈ സ്കൂളിൽ സാധിക്കുകയില്ല എന്നാണ് ആ കത്തിൽ എഴുതിയത്. അപ്പോ അന്ന് രാത്രി ആ പയ്യൻ എന്ന് പറഞ്ഞാൽ അപ്പൊ വലുതായല്ലോ, അദ്ദേഹം എഴുതി, വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ഞാൻ മെന്റലി അൺഫിറ്റ് ആയിരുന്നു. എന്നെ മെന്റലി ഫിറ്റ് ആക്കിയത് എൻ്റെ അമ്മയാണ്. ആ പയ്യനാണ് നേരത്തെ സൗമ്യയുടെ എഴുതി. ആരാണ്? എഡിസൺ ആണ്, എഡിസൺ. അപ്പോ ഓക്കെ ഷാജോ, ലോകം അല്ലെങ്കിൽ സ്കൂളിലെ അധ്യാപകര് മണ്ടൻ എന്ന് പറഞ്ഞ ആ എഡിസന്റെ കണ്ടുപിടുത്തങ്ങളാണ് പിന്നീട് ഞാനും നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ആർക്കും ആരെയും കുറ്റം പറയാൻ പറ്റും. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതൊക്കെ ഈ ലെവലിൽ വരുമെന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് നമുക്കാരെയും കുറ്റം പറയാനില്ല. ഓക്കെ, യുവർ ആൻസർ വാസ് വെരി ഗുഡ്, വെരി ഇന്റലിജന്റ്. നിങ്ങൾ വളരെ നല്ല രസകരമായിട്ട് ചെയ്തു. ഞാൻ അപ്പൊ അടുത്ത ഒരു വിഷയം എടുത്തിടാൻ വേണ്ടി വിചാരിച്ചാണ് നിർണയിച്ചിരുന്നത്. പക്ഷെ ഇനി നമുക്കൊരു 13 മിനിറ്റുള്ള പേരില് ആ വിഷയത്തിലോട്ട് നമുക്ക് പോകാനായിട്ടുള്ള സമയം വളരെ കുറവായതുകൊണ്ട് നേരത്തെ കുക്ക് പറഞ്ഞ ആ വിഷയം കൂടി പരിഗണിച്ചിട്ട് ഞാൻ വീണ്ടും ഒരു റൗണ്ടും കൂടി ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് ഉത്തരം കൂടി നിങ്ങൾ പറയുക. അപ്പൊ നമുക്ക് സമയത്തിന്റെ കുറവ് മൂലമാണ്. അപ്പൊ എഡിസന്റെ കഥ വന്നു കഴിഞ്ഞപ്പോ സമയം കുറിച്ച് പോയി. ഓക്കെ, അപ്പൊ ഞാൻ ഇനി ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിന്റെ ആൻസർ അതില് എ എന്നോ ബി എന്നോ അങ്ങനെ സംഗതിയില്ല. ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നത് എന്താണോ അത് ഉത്തരം പറയും. രണ്ടാമത് ചിന്തിക്കാൻ നിൽക്കരുത്. ഫസ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് വരും, രണ്ടാമത് ചിന്തിക്കുമ്പോൾ വേറെ വരും. ഞാൻ ഈ വെൻ യു ഹിയർ ദ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കമ്മിങ് ടു യുവർ മൈൻഡ് ഫസ്റ്റ്, ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് അതാണ് ഉത്തരം കേട്ടോ. യെസ്, ഇതിനകത്ത് ആദ്യത്തെ അക്ഷരം വെച്ചില്ല, രണ്ടാമത്തെ അക്ഷരം ഓ, അങ്ങനെ യാതൊരു നിയമങ്ങളും ഇല്ല, അങ്ങനെയൊന്നും ഇല്ലാത്ത ചോദ്യമാണ്. വാട്ട് കംസ് ടു യുവർ മൈൻഡ് ഫസ്റ്റ്, ദാറ്റ് ഈസ് യുവർ ആൻസർ. ഓക്കെ, ആർ യു റെഡി? ആർ യു റെഡി? ഓക്കെ ആര്യ, വെരി ഗുഡ്, വെരി ഗുഡ്. സിമ്പിൾ ആണ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇതൊരു പക്ഷേ ഓക്കെ, നിഷിത, സെൽവി, സ്വപ്ന, ഓക്കെ, ഗ്രീഷ്മ, ഓക്കെ. ഇത് നിങ്ങൾ ഒരു പക്ഷെ എവിടെയെങ്കിലും ഒക്കെ കേട്ടിരിക്കുന്ന ഒരു പ്രോവർബോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾ കേട്ടിരിക്കുന്ന ഒരു സെയിൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതിന്റെ ഒരു ഭാഗമാണ് ഞാൻ പറയുന്നത്. അതിന്റെ ബാക്കി നിങ്ങൾ അവർ ഫില്ല് ചെയ്ത് പറയണം. ചിലപ്പോൾ അതൊരു വേർഡായിരിക്കും, അല്ലെങ്കിൽ ഒരു സംഗതി. ഞാനത് എടുത്ത് പറയുന്നില്ല. വാട്ട് കംസ് ടു യുവർ മൈൻഡ് ഫസ്റ്റ്, ദാറ്റ് ഈസ് ആൻസർ. നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് അതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, very good. So I ask you the first question. A picture is worth, W-O-R-T-H, worth a dash. A picture is worth a dash. ചെറിയൊരു മിസ്റ്റേക്ക്. സർ ഒന്നുകൂടെ പറയാവോ ക്വസ്റ്റ്യൻസ്? ഓക്കെ ഓക്കെ, ഒച്ച വരും. എ പിക്ചർ ഈസ് വർത്ത്, സാഞ്ചോ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. എ പിക്ചർ ഈസ് വർത്ത്, W-O-R-T-H, വർത്ത് ഡാഷ്. എ പിക്ചർ ഈസ് വർത്ത് ഡാഷ്. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഗ്രീഷ്മ. ഓക്കെ രശ്മി, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യു ആർ ഇന്റലിജൻസ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ രശ്മിയാണ് അതിന്റെ കറക്റ്റ് ആൻസർ പറഞ്ഞത്. അപ്പൊ രശ്മിക്ക് ഞാനൊരു പോയിന്റ് ഇടുകയാണ്. വെരി ഗുഡ് രശ്മി. ഓക്കെ, എ പിക്ചർ, ഒരു ചിത്രം, ഈസ് വർത്ത്, മൂല്യമുള്ളതാണ്, ഇതിനേക്കാൾ 1000 വേർഡ്സ്, 1000 വാക്കുകളേക്കാൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് ഒരു പിക്ചറാണ്. നമ്മള് റോഡിലെ സൈനായിട്ട് ചിലപ്പോൾ ഒരു കുട്ടി ബാഗ് പിടിച്ചുകൊണ്ട് ഒരു പിക്ചർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും തൊട്ടടുത്ത് ചെറിയൊരു സ്കൂളുണ്ട്, അവിടെ കുട്ടികളുണ്ട്, അവർ വട്ടം ചാടും ഉണ്ട്. ഒരു ചിത്രം 1000 വാക്കുകൾ സംസാരിക്കുന്ന കാര്യങ്ങൾ പറയും. അതൊരു സേയിങ്സ് ആണ്. എ പിക്ചർ ഈസ് വർത്ത് 1000 വേർഡ്സ്, 1000 വാക്കുകൾക്ക് തുല്യമാണ് വൺ പിക്ചർ.
Okay, this means very good, very good. Next, every cloud has a dash. Every cloud has a dash. Okay, Ishmi, again you are scoring. Okay, തൊട്ടുപുറയിൽ കുക്കുണ്ടായി. കുക്കുരെ പരിഗണിക്കാതെ ടൈപ്പ് ചെയ്യാനായിട്ടുള്ള സമയത്തിന്റെ പ്രശ്നം ആരും പറയാത്തതുകൊണ്ടാണ് രണ്ടുപേരെ ഞാൻ ഇത് എടുത്തത്. യെസ്, ഇതേ ഒരു പ്രോഗ്രാമാണ്. നോക്കി, മേഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ദുഃഖവും വിഷമങ്ങളൊക്കെയാണ്. എത്ര വിഷമങ്ങൾ ഉണ്ടായാലും പ്രതീക്ഷയുടെ ഒരു നീർച്ചാല അതിന്റെ ഇടയിൽ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ എവരി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ്. ഏത് മഴമേഘത്തിന്റെ ഇടയിലും ഒരു സിൽവർ ലൈനിങ് ഉണ്ടാവും. എത്ര ദുഃഖിച്ചു കഴിഞ്ഞാലും ദർ ഈസ് സംതിങ് ടു ഹോപ്പ്. പ്രതീക്ഷിക്കാൻ ഒരു ഭാഗ്യമുള്ള സംഗതി ഉണ്ടാവും. യെസ്, അടുത്തും ഒരു പ്രോവർബ് പോലത്തെ ഒരു വാചകമാണ്. ഇറ്റ് ഈസ് better to be safe than dash. It is better to be safe than dash. Oh, Kuku, your answer is correct. Very good. അത് കുറച്ചുകൂടെ പിടികിട്ടിയില്ല. നോക്കി, സാധാരണഗതിയിൽ ഈ സോറി എന്ന് പറയുന്ന വാക്ക് നമ്മളോട് ആരെങ്കിലും പറയുമ്പോൾ നമ്മളത് ഓക്കെ, അവന്റെ മാന്യത കൊണ്ട് അവൻ സോറി പറഞ്ഞു. പക്ഷെ ഒരു ഡോക്ടർ നമ്മളോട് സോറി പറഞ്ഞാൽ അവിടെ നമ്മളത് കേൾക്കാൻ ആഗ്രഹിക്കാത്ത മാത്രം. ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിന്റെ പുറത്ത് നിൽക്കുന്നത് നമ്മളോട് വന്നിട്ട് ഐ ആം സോറി എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി ആള് മരിച്ചുപോയത് മനസ്സിലായി. ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്. വാഹനം ഓടിച്ച് അപകടമെല്ലാം ഉണ്ടാക്കാതെ നടക്കുന്നതാണ് ഒരു സോറി എന്ന് പറയുന്ന വാക്ക് വരുന്നതിനേക്കാൾ നല്ലത്. It is better to be safe than sorry. ഡോക്ടറെ കൊണ്ട് സോറി പറയിപ്പിക്കുന്നത് അതൊരു സെയിങ് ആണത്. ഓക്കെ. അടുത്തത് എല്ലാവർക്കും പറയാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. സിമ്പിൾ ആണ്. നെസസിറ്റി is the mother of dash. Invention. Okay. Ramla is the correct answer. Ramla correct answer. ഓക്കെ, കുക്കു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എഴുതിയതിൽ കുക്കു വന്നിട്ടുണ്ട്, പറഞ്ഞതിൽ റംല വേണ്ട. നോക്കി, നെസസിറ്റി അത്യാവശ്യം, ദാറ്റ് ഇസ് എ മദർ ഓഫ് ഇൻവെൻഷൻ. ആവശ്യം വരുമ്പോഴല്ല, അത്യാവശ്യം വരുമ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. അപ്പൊ അതിനൊരു പഴഞ്ചൊല്ല് പോലെ ഒരു കഥ പോലെ പറയുന്നതാണ്, ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലി ഏറ്റവും മടിയനായ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അപ്പൊ അവൻ അത് എളുപ്പത്തിൽ ചെയ്യാനുള്ള ടെക്നിക്ക് കണ്ടുപിടിക്കും. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലി ഏറ്റവും മടിയനായ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അത് എളുപ്പത്തിൽ ചെയ്യാനായിട്ടുള്ള കണ്ടുപിടുത്തം അവൻ കണ്ടുപിടിച്ചിരിക്കും. ഓക്കെ, we come to the next question. Practice makes dash. Practice perfect. Okay, Savita, you are right. സൂര്യയാണ് ആദ്യം എഴുതിയത്, സവിതയാണ് ആദ്യം പറഞ്ഞത്. ഓക്കെ, പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ്. പ്രാക്ടീസ് വന്നു കഴിയുമ്പോൾ അത് മനുഷ്യനെ എന്താക്കും? പെർഫെക്റ്റ് ആയിരുന്നു. നമുക്ക് കണ്ടില്ലേ, നിത്യാഭ്യാസി ആനയെ എടുക്കും. യെസ്, ഓക്കെ, വെരി ഗുഡ്. അടുത്തത്, ഡോണ്ട് കൗണ്ട്, COUNT, ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് before dash. Don't count your chickens, CHICKENS, before dash. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. Before they had. ഓക്കെ സവിത. രശ്മി കറക്റ്റ് ആണ്. സവിത കറക്റ്റ് ആണ്. ബിഫോർ ദ ഹാച്ച് ആണ്. ഹാച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? വിരിയുക എന്നാണ്. ഓക്കെ നോക്കൂ, വിരിയുക. നോക്കിയേ, വിരിയുന്നതിന് മുമ്പ്, അതായത് വിരിയാൻ വേണ്ടി നമ്മൾ മുട്ട അടവെച്ച് കഴിയുമ്പോൾ അതിന് മുമ്പ് നമ്മൾ മലർപ്പൊടിക്കാരുടെ സഫർ, ഇത്രയും കോഴി, ഇത് വിരിഞ്ഞു, 100 കോഴികളുണ്ടായി, അതിന്റെ മുട്ടയിട്ടു, അതിൽ വീണ്ടും വെച്ചു, അതിന്റെ കുഞ്ഞുങ്ങളുണ്ടായി, അപ്പോൾ 300 കോഴികളായി,
അങ്ങനെ അങ്ങനെ സ്വപ്നം കാണൂല നമ്മള്. അതാണ് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം എന്ന് പറയുന്നത്. ഇന്നത്തെ പറയുന്നത് ഡോണ്ട് കൗണ്ട് അവർ ചിക്കൻസ് ബിഫോർ ദേ ഹാച്ച്. വിരിയുന്നതിന് മുമ്പ് നമ്മൾ എണ്ണാൻ നിൽക്കരുത് എന്ന് പറയുന്നത്. ഓക്കെ 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 ഓക്കെ. യെസ്. അടുത്തത് ആബ്സെൻസ്. ABSENC. ആബ്സെൻസ് makes the heart grow dash. Absence makes the heart grow dash. ഓക്കെ. രശ്മിക്കും കുക്കുവിനും അത് ഒരേ മാർക്ക് തരാം. ഇത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ രശ്മി കുക്കു? അപ്പോ ഇത് ചിലപ്പോൾ കുറച്ച് പേർക്ക് പിടികിട്ടി കാണില്ല. നമുക്കേ ചില ആളുകളെ നമുക്ക് ഓക്കെ 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 സാൻജോ. യെസ്. ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. അതായത് ചില ഇഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാവും മനസ്സിൽ. ആ ഇഷ്ടങ്ങള് നമുക്ക് ആ ഇഷ്ടമാണ് നമുക്ക് തോന്നുന്നത് ആ ഒരാളെ നമുക്ക് കാണാൻ. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ എത്രമാത്രം നമ്മൾ അവരെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളത് മനസ്സിലാവുള്ളൂ. എന്നാൽ ഡെയിലി കാണുന്ന ആളായിരിക്കും, അന്ന് നമുക്ക് ആ ഇഷ്ടം തോന്നിയിട്ടില്ല. അപ്പൊ ചില ആളുകൾ ഒരു പക്ഷെ നിങ്ങളുടെ വല്ല സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ വളരെ വേണ്ടപ്പെട്ട വിദേശത്തേക്ക് പോയി നോക്കട്ടെ, അപ്പോഴാണ് നിങ്ങൾക്ക് നമുക്ക് മിസ്സിംഗ് ഒരു സാധാരണമില്ലേ. ആ മിസ്സിംഗ് നമുക്ക് ഫീൽ ചെയ്യണത് അവരോട് ഇഷ്ടം കൊണ്ടാണ്. അപ്പൊ ആ മിസ്സിംഗ് ഉണ്ടാകണം, അത് നമുക്ക് ആ ഇഷ്ടം നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ഒരു ആബ്സെൻസ് വേണം. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ആബ്സെൻസ് മേക്സ് ഹാർട്ട് ഗ്രോ ഫോണ്ടർന്നോ അഫക്ഷനേറ്റ് എന്നോ എന്ന് പറയാം. യെസ്. അടുത്തത് ഒരു പ്രോവർബാണ്. ക്യൂരിയോസിറ്റി കിൽഡ് ഡാഷ്. ക്യൂരിയോസിറ്റി കിൽഡ് ഡാഷ്. ഓക്കെ കുക്കു, യു ആർ റൈറ്റ്. ക്യൂരിയോസിറ്റി കിൽഡ് ദ ക്യാറ്റ്. അത് അങ്ങനെയാണ് ഒരു ഓക്കെ. ലക്ഷ്മിക്ക് തരുന്നുണ്ട്, വേറെ ആരും പറയാത്തതുകൊണ്ട്. യെസ്, ടൈപ്പ് ചെയ്യാനായിട്ട് വന്ന സമയത്തിന്റെ ഇത് വെച്ച് 2 പേർക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. അടുത്തത് നമുക്ക് പറയാം. എവരി ഡോഗ് ഹാസ് എ ഡാഷ്. ഓക്കെ, അപ്പൊ സാൻജോ പറഞ്ഞിട്ടുണ്ട്, കുക്കു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, കുക്കു പറഞ്ഞിട്ടുണ്ട്, സാൻജോ. ഇത് നമ്മള് പലപ്പോഴും പല ആളുകളോടും വെല്ലുവിളിക്കുന്ന ഒരു വാചകമാണ് അല്ലേ. എടാ എനിക്കും ഉണ്ടാവും ഒരു ദിവസം, എന്റെ മാവും പൂക്കും എന്ന് പറയുന്നത്. എവരി ഡോഗ് ഹാസ് എ ഡേ. എല്ലാവർക്കും ഉണ്ടാവും ഒരു ദിവസം എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. അടുത്തത് ചോദ്യം ഇതാണ്. ഗുഡ് തിങ്സ് come to those dash. Good things come to those dash. Okay, Kuku and Rashmi, you are right. Very good, very good. നിങ്ങൾക്ക് ഇതിനെ കുറിച്ചൊക്കെ അറിയാട്ടെ. കുക്കു രശ്മി അടിപൊളിയാണ്. വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. ആരും പറയാത്തതൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഗുഡ് തിങ്സ്, നല്ല കാര്യങ്ങൾ, കം വരുന്നത്, ടു ദോസ് അവർക്കാണ്, ആർക്ക്, ഹൂവേ ക്ഷമയോടെ കാത്തിരിക്കുന്നവന്റെ മുന്നിലെ നല്ല കാര്യങ്ങൾ പോകുന്നത്. അതാണ് ക്ഷമയുള്ളവന് നല്ലതേ സംഭവിക്കൂ എന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന സേയിങ്സിന്റെ അർത്ഥം. ഗുഡ് തിങ്സ് ദാറ്റ് കം ടു ദോസ് ഹൂ വെയിറ്റ്. ഓക്കെ 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 ഓക്കെ. അടുത്തത്, ദ ഗ്രാസ് ഈസ് ഓൾവേസ് greener. I will repeat the question. The grass is always greener dash. Very good Rashmi, very good, very good. Okay 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 okay. Typing slow ഒന്ന് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. കുക്ക് ഉണ്ടല്ലേ? ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, സൂര്യ കറക്റ്റ് ആണ്. അപ്പൊ ഇല്ലാതെ നമുക്ക് കുക്കുവിനെയും ലക്ഷ്മിയെ പരിഗണിച്ച ആദ്യത്തെ 2 പേര് അവരായിരുന്നു. ഓക്കെ ഓക്കെ. യെസ്, കുറച്ചു പേർക്ക് ഇത് അറിയാൻ പറ്റും. നമ്മളെ ഒരു വലിയൊരു വീതിയുള്ള ഒരു പുഴയുടെ ഇപ്പുറത്ത് നിന്നുകൊണ്ട് അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാല് അവിടെ നല്ല പച്ചപ്പായിരിക്കും. നമ്മൾ ഇവിടുന്ന് വഞ്ചിക്ക് അപ്പുറത്തേക്ക് പോയിട്ട് അവിടെ ആ പച്ചപ്പ് കാണൂല. അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെയാണ് നല്ല പച്ചപ്പ് നോക്കുക. അക്കരെ പച്ച എന്ന് പറയില്ലേ, അതിനൊരു ചോദ്യം. നോക്കിയേ, ദ ഗ്രാസ് ഈസ് ഓക്കെ ഓക്കെ നോക്കൂ. ദ ഗ്രാസ് ഈസ് ഓൾവേസ് ഗ്രീനർ.
എപ്പോഴും കുറച്ചുകൂടി ഗ്രീൻ ആയിട്ട് തോന്നിക്കുന്നത് ഓൺ ദ അതർ സൈഡ്, മറ്റേ സൈഡിലാണ്. യെസ്. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ക്യാൻ ബി ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഡോണ്ട് ബൈറ്റ്, BITE, ബൈറ്റ് the hand dash. Feeds Don't- you. Okay, Feeds. Savita. Okay. Sanjo, Savita, and Kuku. Sanjo, Savita, and Kuku. Very good, very good. അപ്പൊ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. നിങ്ങളാണ് ബുദ്ധിയുള്ള കുട്ടികളാണ്. ഞാൻ നിങ്ങളുടെ ആ ബുദ്ധിയെ അഭിനന്ദിച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്. പല ചോദ്യങ്ങളും ഞാൻ നിങ്ങൾ പറയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളൊക്കെ ഉത്തരം പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇത് ജീവിതത്തിൽ വിജയിക്കും, നിങ്ങൾ പേടിക്കല്ല, നിങ്ങൾ എല്ലാവരും വിജയിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇന്നത്തെ ഈ പെർഫോമൻസ്, ഞാൻ മാർക്ക് ഇല്ലാത്തവരൊന്നും വിഷമിക്കേണ്ട, കാരണം നിങ്ങൾക്ക് അറിയാം സംഗതി, നിങ്ങൾക്ക് അറിയാം. ചിലപ്പോൾ പെട്ടെന്ന് പറയാനൊരു മടിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത് പറഞ്ഞാൽ മാർക്ക് കിട്ടൂല, പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ എന്ന് ചിന്തിച്ചത് കൊണ്ടും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. ഓക്കെ ഓക്കെ ഓക്കെ. യുവർ പെർഫോമൻസ് വാസ് വെരി ഗുഡ്. അപ്പോ റംലക്ക് 1 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, സൂര്യക്ക് ലഭിച്ചിട്ടുണ്ട് 1 പോയിന്റ്, സാൻജോന് 2 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, സവിതയ്ക്ക് 3 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, രശ്മിക്ക് 7 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്, കുക്കുവിന് 9 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, യുവർ പെർഫോമൻസ് വാസ് വെരി മാർവലസ്. ടോട്ടൽ ഇതിൻ്റെ അകത്തൊരു 11 ചോദ്യം ഉണ്ടായിരുന്നായിരിക്കും, 11 ക്വസ്റ്റ്യൻ. ഓക്കെ, യെസ്. 12 ചോദ്യങ്ങൾ ഓൾറെഡി ഞാൻ വിട്ടതാണ്, അത് കൺഫ്യൂഷൻ ഉണ്ടാകുന്നതോടെ വിട്ടതാണ്. ഓക്കെ ഓക്കെ ഓക്കെ, 11 ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ അടുത്തൊരു വിഷയം നമുക്ക് പറയാം, ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഐ വിഷ് യു. ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല കുഴപ്പമില്ല. ഇതിന്റെ ചെറിയ മിസ്റ്റേക്കിലൊക്കെ എനിക്ക് സംഭവിച്ചിട്ടുണ്ടാവും, മാർക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. ഓക്കെ സ്വപ്ന, ഡേവിഡ്. ഓക്കെ 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 ഓക്കെ, ഡോണ്ട് വറി കേട്ടോ. വെരി ഗുഡ്. ഞാനതാണ് നിങ്ങൾ ആരെങ്കിലും മാർക്ക് രേഖപ്പെടുത്താൻ ഏൽപ്പിക്കാന്ന് പറഞ്ഞത്. ഓക്കെ, വെരി ഗുഡ്. ഇതൊരു മത്സരമൊന്നുമല്ലല്ലോ, ഇറ്റ് ഈസ് ഓക്കെ ഓക്കെ, സോറി. ഓക്കെ 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 സഫീറ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ. അപ്പം we will meet in the next time, next class. Till then, bye. Okay.